കഥ അരുത്. ഹരിചന്ദ്രബാബു കാട്ടാക്കട. ഒരിക്കൽ മുറ്റത്തെ മഞ്ചാടിമരത്തിന്റെ കൊച്ചു ശാഖയിലേക്ക് അവളുടെ മിഴികൾ കുതിയോടെ നീണ്ടു. ഒരു നേർത്ത ശ്വാസത്തിൽ അവൾ ചോദിച്ചു, അച്ഛാ, ഈ ചുവന്ന മണികൾ ഞാൻ പറിച്ചെടുക്കട്ടെ? ഹൃദയത്തിൽ ഒരു കല്ലുപോലെ ആ വാക്ക് പതിഞ്ഞു, അരുത്. പിന്നെ മഴയുടെ നൃത്തം ഭൂമിയെ പുൽകിയപ്പോൾ കളിയുടെ ദാഹം അവളുടെ ഉള്ളിൽ നുരപൊങ്ങി. അച്ഛാ, ഈ മഴയിൽ ഞാൻ നനഞ്ഞോട്ടെ? മറുപടി നിശബ്ദമായി. പക്ഷേ അരുത് എന്നൊരു നിഷേധം അവിടെയും കാത്തുനിന്നു. പാതയോരത്തെ പുഴയിലേക്ക് അവളുടെ കണ്ണുകൾ നീന്തി തുടിച്ചപ്പോൾ ഓരങ്ങളിലേക്ക് ഇറങ്ങാൻ അവൾ കൊതിച്ചു. അച്ഛാ, പുഴയിലേക്ക് ഇറങ്ങിപ്പോട്ടെ ഞാൻ? അപ്പോഴും അതേ അരുത്. ഒരു അദൃശ്യമതിൽ പോലെ ഓരോ അരുത് പറച്ചിലും അവളുടെ ആത്മാവിൽ ഒരു നീറ്റലായി. രാത്രികളിൽ അവളുടെ മുറിയുടെ കോണുകളിൽ നിറം മങ്ങിയ സ്വപ്നങ്ങൾ പോലെ ദുഃഖം തളം കെട്ടി നിന്നു. മരത്തിൽ കയറാനാവാത്തതിൽ, മഴയിൽ നനയാനാവാത്തതിൽ, പുഴയിൽ ഇറങ്ങാനാവാത്തതിൽ ഒരു തേങ്ങൽ. എന്ന് എനിക്കിത് സാധിക്കും? ഒരു ചോദ്യചിഹ്നം പോലെ ആ ആഗ്രഹം അവളുടെ ഉള്ളിൽ വളർന്നു. കാത്തിരിപ്പിന്റെ ഒരു നേർത്ത നൂലുപോൽ അത് നീണ്ടു. പിന്നീട് ഒരു നാൾ മഴയുടെ ആത്മാവ് ഭൂമിയെ മുഴുവൻ പുണർന്നു. ഒരു ദിനം, 2 ദിനം, 3 ദിനം തുടർച്ചയായ മഴ. ഭവനത്തിന്റെ അകത്തളത്തിലേക്ക്, അവളുടെ കൊച്ചുമുറിയിലേക്ക് ഒരു അതിഥിയെ പോലെ മഴ കിതച്ചെത്തി. 3-ാം നാളിൽ പുഴ അവളുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് ആർത്തലച്ചെത്തി. കാലം ഒഴുക്കിവിട്ട ഒരു ഓർമ്മ പോലെ. അന്നു തന്നെ മഞ്ചാടിമരവും അതിന്റെ വേരുകൾ പറിച്ചെറിഞ്ഞ് അവളുടെ സ്വപ്നത്തിലേക്ക് ഒരു മൗന സാക്ഷിയെ പോലെ കടന്നു വന്നു. അതിന്റെ ശാഖകളിൽ നിന്നും മഞ്ചാടിമണികൾ കാലത്തിന്റെ കണ്ണുനീർ പോലെ അവളുടെ കാൽക്കൽ ചിതറിക്കിടന്നു. അങ്ങനെ അവളുടെ 3 ആഗ്രഹങ്ങളും ഒരേ ദിനം പൂവണിഞ്ഞു. മഴയും പുഴയും മഞ്ചാടി ചില്ലകളും അവളെ ആർദ്രമായി പുണർന്നു. ഒരു നനഞ്ഞ ഓർമ്മ പോലെ. വർഷങ്ങൾക്കിപ്പുറം കാലം അതിന്റെ വേഷപ്പകർച്ചകളിൽ ആ പഴയ ചിത്രത്തെ മാറ്റി വരച്ചു. ഒരു നാൾ അച്ഛൻ മറ്റൊരു മഞ്ചാടി മരത്തിൽ കയറിയപ്പോൾ, മറ്റൊരു നാൾ മഴയിൽ നനഞ്ഞപ്പോൾ, പിന്നൊരു നാൾ പുഴയിൽ ഇറങ്ങിയപ്പോൾ അവളുടെ ചുണ്ടുകളിൽ നിന്നും ഒരു നിഴൽ പോലെ, ഒരു പ്രതിധ്വനി പോലെ ആ വാക്ക് ഉതിർന്നു വീണു, അരുത്, അരുത്. ഹരിചന്ദ്രബാബു കാട്ടാക്കട.